പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ വി.കെ. കൃഷ്ണമേനോൻ എന്ന് പേര് കേട്ടിട്ടുണ്ടോ? ഇന്ത്യയുടെ നയതന്ത്ര രംഗത്തെ പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനായിരുന്നു വി.കെ. കൃഷ്ണമേനോൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അടുത്ത അനുയായിയായി അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ പ്രതിരോധ മന്ത്രിയായി വി.കെ. കൃഷ്ണമേനോൻ വളരെയേറെ പ്രശസ്തനായി. അദ്ദേഹത്തിന്റെ പേരിൽ ആരംഭിച്ചിരിക്കുന്ന ചരിത്ര മ്യൂസിയമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഈ മ്യൂസിയത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വിവിധ സാധന സാമഗ്രികൾ കാണാം. അതോടൊപ്പം രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളും അമൂല്യ വസ്തുക്കളും കൊണ്ട് അതിസമ്പന്നമാണ് ഈ ചരിത്ര മ്യൂസിയം. നമുക്ക് മ്യൂസിയത്തിലേക്ക് പോകാം. ബംഗാളിൽ കൃഷ്ണമേനോൻ എന്നാണ് മുഴുവൻ പേര്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വിദേശ രാജ്യങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കുന്നതിന് കൃഷ്ണമേനോൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ വിദേശ നയങ്ങളുടെ വക്താവായി കൃഷ്ണമേനോൻ മാറി. ഐക്യരാഷ്ട്രസഭയിലേക്കും അമേരിക്കയിലേക്കുമുള്ള ഇന്ത്യൻ നയതന്ത്ര സംഘത്തെ നയിച്ചത് കൃഷ്ണമേനോനായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ പന്നിയങ്കര ഗ്രാമത്തിലാണ് കൃഷ്ണമേനോൻ ജനിച്ചത്. അക്കാലത്ത് കേരളത്തിലെ ഒരു സമ്പന്ന കുടുംബമായിരുന്നു കൃഷ്ണമേനോൻ ജനിച്ച ബംഗാളിൽ കുടുംബം. അച്ഛൻ കൃഷ്ണക്കുറുപ്പ് കോഴിക്കോട് കോടതിയിലെ വക്കീലായിരുന്നു. തിരുവിതാംകൂർ ദിവാനായിരുന്ന രാമൻ മേനോന്റെ പൗത്രിയായിരുന്നു മാതാവ്. അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം തലശ്ശേരിയിലായിരുന്നു. പിന്നീട് കോഴിക്കോട് സാമൂതിരി കോളേജിൽ ഉന്നത വിദ്യാഭ്യാസം നേടി അദ്ദേഹം മദ്രാസ് പ്രസിഡൻസി കോളേജിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കോളേജിൽ വെച്ച് അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി ആനി ബസന്റ് ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനത്തിൽ ചേർന്നു. ബിരുദം നേടിയതിനു ശേഷം കൃഷ്ണമേനോൻ മദ്രാസിലെ ലോ കോളേജിൽ ചേർന്നെങ്കിലും അദ്ദേഹം നിയമപഠനം പൂർത്തീകരിച്ചില്ല. 1918 തിയോസഫിക്കൽ സൊസൈറ്റിയിൽ കൃഷ്ണമേനോൻ ചേരുകയും അതിൻ്റെയും ബോയ് സ്കൗട്ട്സ് പ്രസ്ഥാനത്തിൻ്റെയും സന്ദേശം മദ്രാസിലും കൊച്ചിയിലും കോഴിക്കോട്ടും പ്രചരിപ്പിക്കുകയും ചെയ്തു. ആനി ബസന്റ് മദ്രാസിൽ സ്ഥാപിച്ച നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ കുറച്ചുകാലം കൃഷ്ണമേനോൻ അധ്യാപനം നടത്തുകയുണ്ടായി. 1929 ഓഗസ്റ്റിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുമായി കൃഷ്ണമേനോൻ തെറ്റിപ്പിരിഞ്ഞു. അതോടെ കൃഷ്ണമേനോനെ ലോക ഗുരുവാക്കുക എന്ന ആനി ബസന്റിന്റെ പദ്ധതിയും നടപ്പാകാതെ പോയി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ അധ്യക്ഷയായ ആനി ബസന്റ് ആയിരുന്നു കൃഷ്ണമേനോനെ ഇംഗ്ലണ്ടിലേക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞയച്ചത്. അങ്ങനെ ബ്രിട്ടനിൽ എത്തിയ കൃഷ്ണമേനോൻ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലും ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലും ഉപരിപഠനം നടത്തി. ആനി ബസന്റ് പ്രവർത്തിച്ച അതേ വർഷം തന്നെയാണ് കൃഷ്ണമേനോന് ധനതത്വ ശാസ്ത്രത്തിലും രാഷ്ട്രമീമാംസയിലും ബിരുദം ലഭിച്ചത്. തങ്ങൾക്ക് കിട്ടിയ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായിരുന്നു കൃഷ്ണമേനോൻ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രൊഫസറായിരുന്ന ഹരോൾഡ് ലാസ്കി കൃഷ്ണമേനോനെ കുറിച്ച് പറഞ്ഞത്. 1930 ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഉയർന്ന മാർക്കോടെ മനഃശാസ്ത്രത്തിൽ BA ബിരുദം കൃഷ്ണമേനോൻ കരസ്ഥമാക്കി. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും രാഷ്ട്രതന്ത്രത്തിൽ MScയും നേടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുവാനുള്ള പ്രധാന വക്താവായി അദ്ദേഹം മാറി. പത്രപ്രവർത്തകനായും ഇന്ത്യ ലീഗിന്റെ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 1934 മേനോൻ ലണ്ടൻ ബാറിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ലേബർ പാർട്ടിയിൽ ചേർന്ന് കൗൺസിലറായി നിയമിക്കപ്പെടുകയും ചെയ്തു. ലണ്ടൻ ബാർ കൗൺസിൽ അംഗമായെങ്കിലും അധികം പണം സമ്പാദിക്കാൻ അദ്ദേഹം മെനക്കെട്ടില്ല. തൻ്റെ വരുമാനമെല്ലാം ഇന്ത്യ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെലവാക്കുകയായിരുന്നു. ലണ്ടനിലെ കാംഡൻ പ്രദേശത്ത് ചെലവ് കുറഞ്ഞ തൊഴിലാളി പാർപ്പിടങ്ങളിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. 10 വർഷത്തോളം അദ്ദേഹം അവിടെ തൻ്റെ ജീവിതം ചെലവഴിച്ചു. 1930കളിൽ അലൻ ലേനുമായി ചേർന്ന് അദ്ദേഹം പെൻഗിൻ, പെലിക്കൺ എന്നീ പ്രശസ്തമായ പുസ്തക പ്രസാധക കമ്പനികൾ സ്ഥാപിച്ചു. അതോടൊപ്പം പത്രലേഖകനായി തുടരുകയും ചെയ്തു. 1944 അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. പത്രപ്രവർത്തകനായി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവുമായി പരിചയപ്പെടുന്നത്. പിന്നീട്
ജവഹർലാൽ നെഹ്റുവുമൊത്ത് ജനറൽ ഫ്രാങ്കോയുടെ യുദ്ധം കാണുന്നതിന് വേണ്ടി സ്പെയിനിലേക്ക് പോയി. ഈ യാത്ര ഇരുവരെയും തമ്മിൽ അടുപ്പിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ബ്രിട്ടനിലെ സ്ഥാനപതിയായി 1947 മുതൽ 1952 വരെ കൃഷ്ണമേനോൻ നിയമിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ തുടർച്ചയായുള്ള വിമർശനങ്ങളെ കൃഷ്ണമേനോനെ ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ M-15 നോട്ടപ്പുള്ളിയാക്കി. 1952 മുതൽ 62 വരെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥാനപതിയായിരുന്നു കൃഷ്ണമേനോൻ. ചേരിചേര നയത്തിന്റെ വക്താവ് എന്നാണ് ഐക്യരാഷ്ട്രസഭയിൽ കൃഷ്ണമേനോൻ അറിയപ്പെട്ടത്. അദ്ദേഹം അമേരിക്കൻ നയങ്ങളെ എതിർക്കുകയും ചൈനയെ പിന്താങ്ങുകയും ചെയ്തു. പിന്നീട് 1953 കൃഷ്ണമേനോൻ രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1956 കേന്ദ്രമന്ത്രിസഭയിൽ വകുപ്പില്ല മന്ത്രിയായി നിയമിതനായി. 1957 ഏപ്രിലിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായി അവരോധിക്കപ്പെടുകയും ചെയ്തു. 1957 ജനുവരി 23 ഇന്ത്യയുടെ കാശ്മീർ പ്രശ്നത്തിലെ നിലപാടിനെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ 8 മണിക്കൂർ നീണ്ട ഒരു പ്രസംഗം നടത്തി. പ്രസംഗത്തിന്റെ ദൈർഘ്യത്തിന്റെ കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്നുവരെയുള്ള ചരിത്രത്തിലെ തന്നെ റെക്കോർഡാണ് ഈ പ്രസംഗം. അതോടെ VK കൃഷ്ണമേനോൻ രാജ്യാന്തരവേദിയിൽ അറിയപ്പെടുന്നത് ഹീറോ ഓഫ് കാശ്മീർ എന്നായി. കൃഷ്ണമേനോന് മുൻപോ ശേഷമോ ഇത്രയും നീണ്ടുനിന്ന പ്രസംഗം UN ചരിത്രത്തിലില്ല. UN പൊതുസഭയിൽ പ്രസംഗകർക്ക് തടസ്സമില്ലാതെ എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാം. അമേരിക്കൻ കോൺഗ്രസിന്റെ ഉപരിസഭയായ സെനറ്റിലും ഇത്തരമൊരു സൗകര്യമുണ്ട്. ഇപ്രകാരം പ്രാസംഗികർക്ക് അവർക്കിഷ്ടമുള്ള സമയം പ്രസംഗിക്കാൻ എടുക്കുന്ന സമ്പ്രദായത്തെ ഫിലിബസ്റ്റൂറിംഗ് എന്നാണ് പറയപ്പെടുന്നത്. ഫിലിബസ്റ്റൂറിംഗിന്റെ ബലത്തിലാണ് കൃഷ്ണമേനോൻ കാശ്മീരിനെ സംബന്ധിച്ച ചരിത്രപ്രസിദ്ധമായ പ്രസംഗം നടത്തിയത്. കാശ്മീരിൽ സ്വാതന്ത്ര്യ റഫറണ്ടം നടത്തിയാലുണ്ടാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അദ്ദേഹം ബോധവാനായിരുന്നു. UN വേദികളിൽ കൂടുതൽ സമയവും അദ്ദേഹം വിനിയോഗിച്ചത് കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ നിർത്താനായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു ശേഷം ആദ്യ 2 പതിറ്റാണ്ട് ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പികളിൽ പ്രധാനി എന്തുകൊണ്ടും കൃഷ്ണമേനോൻ ആണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ചേരിചാര പ്രസ്ഥാനത്തിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി കൃഷ്ണമേനോനായിരുന്നു. ലോകപ്രസിദ്ധ പെൻഗ്വിൻ ബുക്സിന്റെ സഹസ്ഥാപകരിൽ ഒരാളായിരുന്നു കൃഷ്ണമേനോൻ. ലണ്ടനിൽ നിന്നുള്ള ഈ പുസ്തകശാലയിലാണ് പുറംചട്ട പേപ്പർബാക്ക് ആദ്യമായി പരീക്ഷിച്ചത്. പുസ്തകത്തിന്റെ ചെലവും കനവും കുറയ്ക്കുന്ന പേപ്പർബാക്കിന്റെ ഉപജ്ഞാതാവും കൃഷ്ണമേനോൻ തന്നെ. നയതന്ത്ര രംഗത്ത് നെഹ്റുവിനെ ചാണക്യതന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തിരുന്ന കൃഷ്ണമേനോനെ പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ റാസ്പുട്ടിൻ എന്നായിരുന്നു. പ്രായോഗിക വാദത്തിന്റെ എക്കാലത്തെയും മികച്ച വക്താവായിരുന്നു അദ്ദേഹം. നിരവധി പരിഷ്കാരങ്ങളാണ് അദ്ദേഹം പ്രതിരോധ മന്ത്രിയായതിനു ശേഷം നടപ്പിലാക്കിയത്. ഇതോടെ പലരും അദ്ദേഹത്തിന്റെ ശത്രുക്കളായി തീർന്നു. സൈന്യത്തിലെ പദവികളിൽ സീനിയോറിറ്റിക്ക് പകരം മെറിറ്റാവണം മാനദണ്ഡം എന്ന് നിർദ്ദേശിച്ചതും ഏറെ ശത്രുക്കളെ സൃഷ്ടിച്ചു. 1961 ഗോവയെ പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ കൗശലക്കാരനായ ചെകുത്താൻ കൂട്ടുകാരൻ എന്നാണ് അദ്ദേഹത്തെ ആക്ഷേപിച്ചത്. 62 ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഉണ്ടായ കെടുതിയുടെ പേരിൽ പഴി കേൾക്കാനായിരുന്നു കൃഷ്ണമേനോന്റെ ദുര്യോഗം. നെഹ്റുവിനെ നയിക്കുന്ന പാമ്പാട്ടിയായി ടൈം മാഗസിൻ മുഖചിത്രത്തിൽ തന്നെ മേനോനെ ചിത്രീകരിച്ചു. എന്നാൽ 1962 ഇന്ത്യ ചൈന യുദ്ധത്തിലെ പരാജയത്തെയും ഇന്ത്യൻ സൈന്യത്തിന്റെ തയ്യാറെടുപ്പില്ലായ്മയെയും മുൻനിർത്തി അദ്ദേഹം രാജിവെച്ചു. 1969 അദ്ദേഹം വീണ്ടും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1964 തന്റെ രാഷ്ട്രീയ ഗുരുവായ നെഹ്റുവിന്റെ മരണത്തോടെ VK കൃഷ്ണമേനോന്റെ പ്രതാപകാലം അവസാനിച്ചുവെന്ന് പറയാം. 1967 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടക്ക് കിഴക്കേ ബോംബെയിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിച്ചെങ്കിലും അദ്ദേഹം തോറ്റു.
1968 നടന്ന ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. എന്നാൽ 71 EMSന്റെ പിന്തുണയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് നിന്നും ജയിച്ച് അദ്ദേഹം ലോക്സഭയിൽ എത്തി. 1974 മരണമടയുന്നതുവരെ ഇന്ത്യൻ പാർലമെന്റ് അംഗമായിരുന്നു ശ്രീ കൃഷ്ണമേനോൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ അഴിമതി ആരോപണം ഉയർന്നു വന്നത് കൃഷ്ണമേനോന്റെ പേരിലാണ്. 1948 സൈന്യത്തിനായി ബ്രിട്ടനിൽ നിന്ന് ജീപ്പ് ഇറക്കുമതി ചെയ്തതിൽ മതിയായ ജാഗ്രത പുലർത്തിയില്ലെന്ന ആരോപണം ഉയർന്നു വന്നു. മുണ്ടര ജീപ്പ് കുംഭകോണം എന്ന പേരിലായിരുന്നു അഴിമതി ആരോപണം അറിയപ്പെട്ടത്. 1974 ഒക്ടോബർ 5 രാത്രി 10 മണിക്ക് ദീർഘകാലമായി തന്റെ പരിചാരകനായിരുന്ന മുഹമ്മദ് അലിയോട് കൃഷ്ണമേനോൻ ഇങ്ങനെ പറഞ്ഞു: എനിക്ക് ഒരു കപ്പ് ചായ തരൂ, അത് ചിലപ്പോൾ എൻ്റെ അവസാനത്തേത് ആയേക്കാം. ആ പറഞ്ഞ വാക്കുകൾ അറമ്പറ്റി. ഒക്ടോബർ 6 ഞായറാഴ്ച പുലർച്ചെ ലോകത്തിലെ ഏറ്റവും മഹാനായ ചായപ്രേമി, അരനൂറ്റാണ്ടോളം നിത്യവും 20 മുതൽ 30 വരെ ചായ കുടിച്ചിരുന്ന കൃഷ്ണമേനോൻ അന്തരിച്ചു. ബ്ലാക്ക്പൂളിലുള്ള ഇസ്മയിൽ ആൻഡ് കമ്പനിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട തേയില സപ്ലയർ. കൃഷ്ണമേനോന്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് ആദരമർപ്പിക്കാൻ ഇന്ദിരാഗാന്ധി രാവിലെ തന്നെ 2 പ്രാവശ്യം അവിടെ എത്തി. 1974 ഒക്ടോബർ 6 വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടന്നു. തൻ്റെ ചില സഹപ്രവർത്തകർക്കൊപ്പം ഇന്ദിരാഗാന്ധി ചടങ്ങിലുടനീളം പങ്കെടുത്തു. ഇന്ദിരാഗാന്ധിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന PN ഹസ്കർ ആകാശവാണിയിൽ ചെല്ലുകയും കൃഷ്ണമേനോന് നൽകാവുന്ന ഏറ്റവും മികച്ചതും നീതിപൂർവകവുമായ ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം മരിച്ച് അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ സാധന സാമഗ്രികളുടെ കണക്കെടുത്തു. 12,000-ലധികം പുസ്തകങ്ങളുണ്ടായിരുന്നത് വിവിധ ലൈബ്രറികൾക്ക് സംഭാവന ചെയ്തു. പലതരത്തിലുള്ള നൂറുകണക്കിന് പാവകളെയും കണ്ടെത്തി. അവ കുട്ടികളുടെ സ്ഥാപനങ്ങൾക്ക് നൽകി. അസംഖ്യം ഊന്നുവടികളും ഉണ്ടായിരുന്നു. അവ കൃഷ്ണമേനോന്റെ വിവിധ സുഹൃത്തുക്കൾ ഏറ്റെടുത്തു. 1974 ഒക്ടോബർ 31 ലണ്ടനിൽ കൃഷ്ണമേനോന്റെ ഒരു അനുസ്മരണ സമ്മേളനം നടന്നു. ഇന്ത്യയുടെയും ബ്രിട്ടന്റെയും പ്രധാനമന്ത്രിമാരുടെയും അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷ് സുഹൃത്തുക്കളായ മൗണ്ട് ബാറ്റൺ, ലിസ്റ്റോവെൽ, ജെന്നി ലീ, ബാർബറ കാസിൽ, പാംദത്ത് എന്നിവരടക്കമുള്ളവരിൽ നിന്നും സന്ദേശങ്ങൾ ലഭിച്ചു. ഫ്രിഡ ലാസ്കി ഉൾപ്പെടെ അനവധി പ്രമുഖ ബ്രിട്ടീഷ് ഇന്ത്യൻ വ്യക്തിത്വങ്ങളും അവിടെ സന്നിഹിതരായിരുന്നു. കേരളം ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ നൽകിയ പ്രധാന സംഭാവനകളിൽ ഒന്നാണ് VK കൃഷ്ണമേനോൻ എന്ന പ്രതിഭ. ശങ്കരാചാര്യർക്ക് ശേഷം ഒരുപക്ഷെ ലോകം അറിയുകയും ആദരിക്കുകയും ചെയ്ത മലയാളി ശ്രീ VK കൃഷ്ണമേനോനാണ്. 1979 ലണ്ടനിലെ ഫിറ്റ്സ്റോയ് സ്ക്വയർ ഉദ്യാനത്തിൽ കൃഷ്ണമേനോന്റെ ഒരു അർദ്ധകായ പ്രതിമ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രതിമ 2 തവണ അവിടെ നിന്നും മോഷണം പോയി. ആ പ്രതിമ ഇന്ന് കാംഡൻ സെന്ററിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആജീവനാന്തം അവിവാഹിതനായിരുന്നു കൃഷ്ണമേനോൻ. വളരെയധികം ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി. ബ്രിട്ടീഷ് ഗവൺമെന്റ് കൃഷ്ണമേനോന് ഫ്രീഡം ഓഫ് ദി ബോറോ എന്ന ബഹുമതി സമ്മാനിച്ചു. ബെർണാഡ് ഷായ്ക്ക് ശേഷം ഈ ബഹുമതി ലഭിക്കുന്ന പ്രമുഖ വ്യക്തിയാണ് കൃഷ്ണമേനോൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ 2 പ്രാവശ്യം ആദരിക്കപ്പെട്ട ആദ്യ മലയാളിയാണ് കൃഷ്ണമേനോൻ. ഡൽഹിയിലെ VK കൃഷ്ണമേനോൻ തെരുവും കണ്ണൂരിലെ കൃഷ്ണമേനോൻ സ്മാരക കോളേജും കോഴിക്കോട്ടെ കൃഷ്ണമേനോൻ മ്യൂസിയവും കൃഷ്ണമേനോൻ എന്ന പ്രതിഭയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെയാണെങ്കിലും കൃഷ്ണമേനോൻ എന്ന പ്രതിഭയെ മലയാളി വേണ്ടവിധം പഠിച്ചോ എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്.